എന്താ പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ സ്പേസ് ആൻഡ് ടൈം. ഇപ്പോൾ ടൈം ഒരു സ്പേസ് ഡസന്റ് എക്സിസ്റ്റ്, ടൈം എക്സിസ്റ്റ് അല്ലെങ്കിൽ ഈ സദ്ഗുരു ഒരു സ്യൂഡോ സയന്റിസ്റ്റ് ആണ്, പുള്ളി ഇങ്ങനെ ഇടയ്ക്കൊക്കെ അടിച്ചു വിടുന്ന കാണാം. പക്ഷേ ടൈം സ്പേസ് എപ്പോഴും ഒരു രണ്ട് സാധനമാണ് എന്നാണ് പലപ്പോഴും കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ്, അതിൻ്റെ ഒരു എന്താ പറയുക, മുന്നോട്ട് നമ്മൾ ഈ എസ്പെഷ്യലി ടൈം ട്രാവൽ അങ്ങനത്തെ സിനിമകളൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ ടൈം മുന്നോട്ട് പുറകോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള എന്തോ ഒരു സംഭവമാണ് ടൈം എന്ന് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുറെ കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പക്ഷെ എന്തോ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നമ്മളിങ്ങനെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ടൈം എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തമായ ധാരണയില്ല. അതാണ് ഞാൻ ഈ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന കുറേ വീഡിയോസ് കണ്ട് എനിക്കൊരു ഒരു ഡിഫറെന്റ് ഔട്ട്പുട്ടൊക്കെ, ഒരു ഡിഫറെന്റ് തോട്ട് പ്രോസസ്സൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. മെയിൻലി ഇങ്ങനെ വൺ ടൈം എന്താ പറയുക, മൈത്രേൻ്റെ ഒരു വീഡിയോ ഉണ്ട്. മൈത്രേൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ മൈത്ര ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ മരണം ഒരു ടെക്നോളജിയാണെന്ന് പുള്ളി എന്തോ അങ്ങനെ പറഞ്ഞു. സമയത്തെ അളക്കാൻ കണ്ടുപിടിച്ച ടെക്നോളജിയാണ് മരണം, അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞു. എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെ എന്തോ ഭയങ്കര ബ്ലണ്ടറായിട്ടാണ് തോന്നിയത്. അപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്ക് വിടാം. അപ്പോൾ നമ്മൾ സ്പേസ് ആൻഡ് ടൈം എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും സ്പേസും ടൈമും ഒരു സാധനമാണ്. അതായത് ടൈം ഒരു ഡിഫറൻറ്റ് സംഭവം, സ്പേസ് ഒരു ഡിഫറൻറ്റ് സംഭവം, അങ്ങനെയല്ല. അതായത് സ്പേസ് നമ്മൾ ഇപ്പോൾ ടൈമിൻ്റെ ഒരു യൂണിറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ടൈം അല്ലെങ്കിൽ അവർ, മിനിറ്റ്, സെക്കൻഡ്സ് എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ്സ് ആണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടൈം ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ നമ്മൾ ഒരു അവർ എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 60 minutes എന്ന് പറയും. ഒരു മിനിറ്റ് എന്ന് ചോദിച്ചാൽ 60 seconds ആണെന്ന് പറയും. പക്ഷെ ഒരു സെക്കൻഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും ഒരു സെക്കൻഡിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല. ഒരു സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കണക്കുണ്ട്. അത് ഈ ക്വാർട്സ് ക്രിസ്റ്റലൊക്കെ ആയിട്ട് ലിങ്ക്ഡാണ്. നമ്മൾ ക്വാർട്സ് വാച്ച് എന്നൊക്കെ പറയുമല്ലോ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് 9 billion പീരിയഡ്സ് ഓഫ് റേഡിയേഷൻ സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 133 സീഷൻ ആറ്റത്തിന്റെ 9 billion റേഡിയേഷൻ സൈക്കിൾസ് കംപ്ലീറ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് മിനിറ്റും അവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ്സ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ഈ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു സാധനത്തിന് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഒരു സ്പേഷ്യൽ ആയിട്ടുള്ളൊരു സാധനത്തിനെയാണ് നമ്മൾ ഫിസിക്കലായിട്ട് ടൈം കാൽക്കുലേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി സീഷൻ മാറ്റം അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് സ്പേഷ്യൽ ആയിട്ടുള്ള സാധനം വേണം ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ സ്പേസ് ഇല്ലെങ്കിൽ ടൈം ഇല്ല, സ്പേസ് ഇല്ലാണ്ട് ടൈം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സ്പേസ് ഉണ്ടാകുന്നത് ബിഗ് ബാങ്ങിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ബിഗ് ബാങ്ങിന് മുന്നേ എന്ത് എന്നുള്ള ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയില്ല. പക്ഷെ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു ചേഞ്ച് മാത്രമാണ്, ഒരു അല്ലാതെ ഒന്നും സ്ക്രാച്ച് ഉണ്ടായി വന്ന സാധനമല്ല. അപ്പോൾ ബിഗ് ബാങ്ങിന് മുന്നേ ഒരു സിംഗുലർ ആയിട്ട് ആ സാധനം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് അതിനകത്ത് തന്നെ വേറൊരു രൂപത്തിൽ ഇരിപ്പുണ്ട്. ബിഗ് ബാങ്ങിന് മുന്നേയും ഒബ്വിയസ്ലി ടൈം ഉണ്ട്. അതൊക്കെ ടൈം ഉണ്ടെന്നല്ല പറയേണ്ടത്, ടൈം എന്നുള്ള ഒരു ഇല്യൂഷനാണ്. നമ്മളുടെ ഒരു കാലാവധി അളക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സാധനം മാത്രമാണ് ഈ ടൈം. നമുക്ക് ഈ ലോകത്ത് എല്ലാ സാധനത്തിലും എക്സ്പയർ ചെയ്തിട്ടുണ്ട്, മനുഷ്യന്മാർ എക്സ്പയർ ചെയ്തിട്ടുണ്ട്. എത്ര കാലം വരെ പല മനുഷ്യന്മാർ ജീവിക്കുന്നതിന് പല എത്ര കാലം വരെ എന്നുള്ളതിനുള്ള വേരി ചെയ്യും, അതിന് പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാ മനുഷ്യന്മാർക്കും എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഈ എക്സ്പയർ ഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഒരു പ്രായത്തുമ്പോൾ വിദ്യ പഠിക്കാൻ പോകും, പഠിത്തം കംപ്ലീറ്റ് ചെയ്യും, ജോലിക്ക് പോകും, കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും. കാരണം നമുക്ക് ഇവിടെ ഈ ലോകത്തുള്ള നമ്മുടെ സമയം ലിമിറ്റഡാണ്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തെ അളക്കാനും അത്യാവശ്യമായി നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു നല്ല ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമയം എന്നുള്ളൊരു സാധനം കണ്ടുപിടിച്ചത്. ആ സമയം എന്നുള്ളത് നമ്മുടെ കണ്ടുപിടുത്തം മാത്രമാണ്. നമുക്കിവിടെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന ഒരു വാസ്തവം മാത്രമാണ്. അത് ആ എക്സ്പയറി ഡേറ്റിനെ അളക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച നമ്മൾ ഡിവൈസ് ചെയ്ത ഒരു സാധനമാണ് സമയം എന്നുള്ളത്. അതായത് സമയം ഒരിക്കലും ഒരു ഫിസിക്കൽ തിങ് അല്ല, ഒരു സയന്റിഫിക് തിങ് അല്ല. സ്പേസ് മാത്രമാണ് റിയാലിറ്റി. ടൈം ഈസ് ആൻ ഇല്യൂഷൻ.